ജി സുധാകരന്റേത് തീർത്തും വഞ്ചനാപരമായ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ഥാനാർത്ഥിത്വം ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. 3 തവണ ഫോൺ വിളിച്ചിട്ടും ജി സുധാകരൻ ഫോൺ എടുത്തില്ല. മുഖ്യമന്ത്രി വിളിച്ചെന്ന് ജില്ലാ സെക്രട്ടറി വഴി അറിയിച്ചിട്ടും കോൾ വന്നില്ല എന്ന് സുധാകരൻ കള്ളം പറഞ്ഞു. സുധാകരന്റേത് മുൻകൂട്ടി തീരുമാനിച്ച നീക്കമായിരുന്നുവെന്നും മുഖ്യമന്ത്രി ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ പറഞ്ഞു. ജി സുധാകരൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖാവായിരുന്നല്ലോ. അദ്ദേഹം മറ്റൊരു കൂട്ടറുമായിട്ട് ആലോചിക്കാൻ പോകുന്ന ആരെങ്കിലും കണക്കാക്കാൻ പറ്റുമോ? ഞങ്ങളെല്ലാം സാധാരണ മനുഷ്യരെ വിശ്വസിക്കുന്നവരല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് നിലപാടുകളുണ്ട് എന്ന് ചിന്തിക്കാനാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത തീർത്തും വഞ്ചനാപരമായ നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചത്. എന്താണ് വസ്തുത? ഒരു സഖാവെന്നത് പോട്ടെ, സാധാരണ മനുഷ്യന് ചേരാത്ത രീതിയിലുള്ള വഞ്ചനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം വരുമെന്ന് ഞാൻ കണക്കാക്കിയിട്ടില്ല. പക്ഷേ വ്യതിയാനം വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഞാൻ 3 തവണ അദ്ദേഹത്തെ വിളിച്ചു. കാലേക്കുട്ടി തീരുമാനിച്ചുള്ള ഒരു നീക്കമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഞങ്ങൾക്ക് ഒരാശങ്കയില്ല, ഒരു തരത്തിലുള്ള പോറലും ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിന് ഏൽക്കുമെന്ന ഒരു ധാരണയും ഞങ്ങൾക്ക്. തളിപ്പറമ്പിലെ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്നതല്ല ശ്യാമളയുടെ പ്രത്യേകത എന്ന് അദ്ദേഹം പറഞ്ഞു. ഡിവൈഎഫ്ഐ പ്രവർത്തകയായി പൊതുജീവിതം തുടങ്ങിയതാണ് അവരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഖാവാണ് ശ്യാമള. അതിൻ്റെ ഭാഗമായി അവരുടെ കാര്യം ആലോചിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്ന പ്രത്യേകത വെച്ചുകൊണ്ടല്ല. അവർ താഴെ തലത്തിൽ കല്യാണത്തിന് മുൻപ് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകയായിട്ട് തുടങ്ങിയതാണ്. ഒരു ഘട്ടത്തിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാതിരുന്നിട്ടില്ല. ഒരു വനിതാ സഖാവ് ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ മത്സരിക്കട്ടെ എന്ന് കണക്കാക്കി അവിടെ തന്നെയുള്ള സഖാവ് എന്ന നിലക്കാണ് ശ്യാമള ടീച്ചറെ നിശ്ചയിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് അന്നും ഇന്നും ഒരേ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. യുവതീ പ്രവേശനം സംബന്ധിച്ച് പണ്ഡിതരുടെ അഭിപ്രായം തേടണം എന്നതായിരുന്നു മുൻപും നിലപാട്. വിശ്വാസികൾ തകർന്നു പോകട്ടെ എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. വിശ്വാസികളുടെ സംരക്ഷണത്തിന് ജീവൻ നൽകിയും പോരാടും. കോടതി ചോദിച്ച വിഷയങ്ങളിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട് സർക്കാരെന്നും മുഖ്യമന്ത്രി ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ പറഞ്ഞു. 2006 LDF സർക്കാർ തന്നെ പറഞ്ഞിരുന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച ഈ രംഗത്തെ വിദഗ്ധരും പണ്ഡിതരുമായി നടത്തണം. അതോടൊപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളുമായും ചർച്ച ചെയ്യണം. ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതേ കാര്യമാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മറ്റു പ്രശ്നങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ വിശ്വാസികളാണോ വിശ്വാസികളല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഓരോ വിശ്വാസവും അനുസരിച്ച് ജീവിക്കുന്നതിനും അവർക്ക് സംരക്ഷണം നൽകുന്നതിനും ഞങ്ങളുടെ ജീവൻ കൊടുത്തും പോരാടാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ എന്നതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അനുഭവം. സർക്കാർ പദ്ധതി അല്ലാതിരുന്നിട്ടും ആഗോള അയ്യപ്പ സംഗമത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് എന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞു. അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി ചിത്രീകരിച്ച് പ്രതിപക്ഷം ബദൽ സംഗമം നടത്തി. ബദൽ സംഗമം പൊളിഞ്ഞു പാളീസായെന്നും മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞു. എന്തിനേയും രാഷ്ട്രീയമായി വക്രീകരിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അതേസമയം നമ്മുടെ ഒരു കൂട്ടർ അതിൻ്റെ ബദൽ സമാന്തര അയ്യപ്പ സംഗമം നടത്താനും തയ്യാറായി. അതെല്ലാം പൊളിഞ്ഞു പാളീസായ നിലയാണല്ലോ ഉണ്ടായത്. നല്ല സ്വീകാര്യതയാണല്ലോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ടായത്. വിശ്വാസി സമൂഹം അവരൊന്നും ഇതിൻ്റെ ഭാഗമായില്ല. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങളുമായി BS അനു ചേരുന്നു. അനു, ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ അല്പം മുമ്പ് നടന്ന നമ്മുടെ അഭിമുഖം മുഖ്യമന്ത്രിയുമായിട്ടുള്ളത്. ശരിക്കും രാഷ്ട്രീയമായിട്ട് CPM-നകത്തും ഇടതുപക്ഷത്തിനകത്തും ചർച്ചയാകുന്ന കാര്യങ്ങൾ മാത്രമല്ല, പൊതുവിൽ രാഷ്ട്രീയ കേരളം ആകെ ചർച്ചയാകുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു, അല്ലേ?
തീർച്ചയായും സനീഷ, സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ആരുടെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചത് എന്നുള്ളത് ഇന്ന് ന്യൂസ് മലയാളത്തിന്റെ ഫ്ലോറിൽ നടന്നിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ്, പ്രത്യേകിച്ച് അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ വിമതത്വ വിഷയം, കണ്ണൂരിലെ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിയാകുന്ന പ്രശ്നം, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ എന്താണ് പറയാനുള്ളത്, അതായത് എന്തു പറയും, പ്രത്യേകിച്ച് കണ്ണൂർ പോലെ ചെങ്കോട്ടയിലെ പിളർപ്പ് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ആകാംക്ഷയോടുകൂടിയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, കേരള സമൂഹം തന്നെ കാത്തിരുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇന്ന് നടന്നത്. നമ്മുടെ ന്യൂസ് ഡയറക്ടർ ടി എം ഹർഷനുമായി നടത്തിയ ചർച്ചയിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് ജി സുധാകരനെ വർഗവഞ്ചകൻ എന്ന് വിളിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശമാണ്. അങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നതിനിടയ്ക്ക് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ജി സുധാകരന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒന്നും ഉണ്ടാകും എന്ന് മുൻകൂട്ടി കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മുൻകൂട്ടി അറിഞ്ഞപ്പോൾ താൻ 3 തവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം ഫോണിൽ സംസാരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. മാത്രമല്ല ജില്ലാ സെക്രട്ടറി പോയപ്പോൾ അവിടെ വെച്ച് അദ്ദേഹവുമായി സംസാരിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അപ്പോഴും അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കാലേക്കൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജി സുധാകരന്റെ ഒരു നീക്കം. അത് അങ്ങേയറ്റം വർഗവഞ്ചനാപരമായ നിലപാടാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാം ജി സുധാകരൻ പിണറായി തമ്മിലുള്ള ബന്ധം നമുക്ക് ആ ഒരു ചരിത്രം കൂടെ പരിശോധിച്ചാലാണ് ആ വാക്കുകളുടെ ഒരു മൂർച്ച നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. നമുക്കറിയാം വി എസിനൊപ്പം നിന്ന ജി സുധാകരൻ മലപ്പുറം സമ്മേളനത്തിലാണ് മാറി പിണറായി പക്ഷത്തേക്ക് പോവുകയും വി എസിനൊപ്പം ഉറച്ച കോട്ടയായി നിന്ന തിരുവനന്തപുരം പോലെ നിന്ന ആലപ്പുഴ മറിയുന്നത് മലപ്പുറം സമ്മേളനത്തിലാണ്. അതങ്ങനെയാണ് മറിയുന്നത്, അത് ജി സുധാകരൻ പിണറായിക്കൊപ്പം നിൽക്കുന്നതാണ്. അങ്ങനെ പിണറായിക്കൊപ്പം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന ജി സുധാകരൻ അതിനുശേഷം എല്ലാ കാലത്തും പിണറായിയുടെ ഒരു ശക്തമായ നാവായി പ്രവർത്തിച്ച, അല്ലെങ്കിൽ ആ ഒരു പക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിന്ന ജി സുധാകരനെയാണ് അല്പസമയം മുമ്പ് ന്യൂസ് മലയാളത്തോട് കാണിച്ച വർഗവഞ്ചനാപരമായ നിലപാട് എന്ന് പറയുന്നത് ഒരുപക്ഷെ CPM ചരിത്രത്തിലെ തന്നെ അടയാളപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കായി ഇത് നിലനിൽക്കുമ്പോൾ കുലംകുത്തി എന്നും അല്ലെങ്കിൽ പരനാറി എന്നൊക്കെയുള്ള പിണറായി വിജയന്റെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ എന്ന് വേണമെങ്കിൽ പറയാവുന്ന പരാമർശങ്ങളിൽ ഒന്നായി ഈ ജി സുധാകരന്റെ വർഗവഞ്ചകൻ എന്ന് പറയുന്ന പരാമർശം മാറും. ഇനിയിപ്പോൾ ജി സുധാകരൻ അതെന്ത് പറയുന്നത് അടക്കം വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും നീങ്ങുന്ന പരാമർശമാണ്. ഏതായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ ഒരു വലിയ പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശരി, നന്ദി അനു. വിവരങ്ങൾക്ക് മറ്റ് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളായിട്ട് തന്നെ കേട്ട ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഇപ്പോൾ VS ചൂണ്ടിക്കാട്ടിയതുപോലെ പക്ഷേ ജി സുധാകരനെതിരായിട്ട് വളരെ കാർക്കശ്യ സ്വരത്തോടെ സംസാരിച്ച കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്.